ലോകം മുഴുവൻ ഭീതിയോടെ നോക്കിക്കാണുന്ന ആ ദുരന്ത പരമ്പരകൾ ഇതാ ഇന്ത്യയിലും എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജസ്ഥാനിലെ പച്പദ്ര റിഫൈനറിയിലുണ്ടായ വൻ തീപിടുത്തം കേവലം ഒരു അപകടമാണോ, അതോ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയോ? 13 വർഷത്തെ അധ്വാനവും 3000 കോടി രൂപയുടെ യൂണിറ്റുമാണ് നിമിഷ നേരം കൊണ്ട് ചാമ്പലായത്. ഇതിന് പിന്നിൽ പാകിസ്ഥാന്റെ കൈകളുണ്ടോ? ഇല്ല എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. രാജസ്ഥാനിലെ ബലോത്ര ജില്ലയിലുള്ള 79,459 കോടി രൂപയുടെ HPCL രാജസ്ഥാൻ റിഫൈനറിയിലാണ് ഏപ്രിൽ 20 ഉച്ചയ്ക്ക് 1:55 ഭയാനകമായ തീപിടുത്തമുണ്ടായത്. ക്രൂഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് പൂർണ്ണമായും കത്തിനശിച്ചു. ഹൈഡ്രോ കാർബൺ ചോർച്ചയാണ് കാരണമെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ലളിതമല്ല. പുതിയ റിഫൈനറിയിൽ തനിയെ തീപിടിക്കില്ലെന്നും 20-25 വർഷത്തിന് ശേഷം മാത്രം ഉണ്ടാകുന്ന തകരാറുകൾ ഇപ്പോൾ സംഭവിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് വിദേശ വിദഗ്ധരെ ഉദ്ധരിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ കേസ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയായിട്ടുള്ള NIA ആണ് അന്വേഷിക്കുന്നത് എന്നതാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വെറും 150 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ റിഫൈനറി ശത്രുക്കളുടെ എളുപ്പമുള്ള ലക്ഷ്യമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള പാകിസ്ഥാന്റെ സാമ്പത്തിക ഭീകരതയാണോ ഇതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംശയിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് ലോകത്തെ ആകെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വെറും 60 ദിവസത്തിനുള്ളിൽ ലോകത്തെ 4 ഭൂഖണ്ഡങ്ങളിലായി 14 വലിയ തീപിടുത്തങ്ങളും സ്ഫോടനങ്ങളുമാണ് റിഫൈനറികളിൽ നടന്നത്. അമേരിക്കയിലെ ടെക്സാസിൽ വലേറോ റിഫൈനറിയിലെ വൻ സ്ഫോടനം മുതൽ ഓസ്ട്രേലിയയിലെ ഗീലോങ് വരെയും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മുതൽ റൊമാനിയ വരെയും ദുരന്തങ്ങൾ ആവർത്തിച്ചു. ഓസ്ട്രേലിയയിൽ 13 മണിക്കൂറോളമാണ് 60 മീറ്റർ ഉയരത്തിൽ തീ കത്തിയെരിഞ്ഞത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം എണ്ണ വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും അതുമൂലം റിഫൈനറികളിലുണ്ടായ അമിത ജോലിഭാരവും അഥവാ സിസ്റ്റം ഓവർലോഡാണ് ഇതിന് കാരണമെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഒരു അദൃശ്യ യുദ്ധം നടക്കുന്നുണ്ടോ എന്നൊരു സംശയവും വളരെ ശക്തമാണ്. സൈബർ ആക്രമണങ്ങളിലൂടെ സുരക്ഷാ സംവിധാനങ്ങളെ കബളിപ്പിച്ച് പ്ലാന്റുകൾ തകർക്കുന്ന തന്ത്രം. അടുത്തിടെ കണ്ടെത്തിയ SFG എന്ന മാൽവെയർ എനർജി ഗ്രിഡുകളെയാണ് പ്രത്യേകമായി ഈ മാൽവെയർ ലക്ഷ്യമിടുന്നത്. സിസ്റ്റം ഓവർലോഡായി നശിക്കുമ്പോഴും എല്ലാം സാധാരണമാണെന്ന് കൺട്രോൾ റൂമിലെ ഓപ്പറേറ്റർമാരെ തെറ്റിദ്ധരിപ്പിച്ച് അകത്ത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ വൈറസുകൾക്ക് കഴിയും. ഇന്ത്യൻ മണ്ണിൽ നടന്ന ഈ സംഭവം കേവലം ഒരു യന്ത്ര തകരാറായി തള്ളിക്കളയാനാകില്ല. സാമ്പത്തിക ഭീകരതയുടെ പുതിയൊരു മുഖമാണോ ലോകവും ഇന്ത്യയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന സംശയം വളരെ ശക്തമാണ്. ശത്രുക്കൾ നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സമ്പത്തുകൾക്ക് മേൽ അദൃശ്യമായിട്ടുള്ള ആക്രമണം തുടങ്ങിയോ എന്ന വലിയ ചോദ്യമാണ് പച്പദ്രയിലെ പുകയെന്ന അവശിഷ്ടങ്ങൾ ബാക്കിയാക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ ഗൂഢാലോചനയുടെ യഥാർത്ഥ ചുരുളഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളം.